കേരളത്തിന്റെ ജനസംഖ്യാപരമായ പ്രത്യേകതകൾ പരിശോധിച്ചാൽ 60 വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുവെന്ന് കാണാനാകും. കഴിഞ്ഞ മാസം സംസ്ഥാന നിയമസഭയിൽ സമർപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം 2011 ജനസംഖ്യയനുസരിച്ച് 12.7% വയോജനങ്ങളുടെ എണ്ണം. 1961 5% മാത്രമായിരുന്നതാണ് ഇത്രയും കൂടിയത്. 2011 ശേഷം കാനേഷുമാരി നടന്നിട്ടില്ലാത്തതിനാൽ പിന്നീടുള്ള 14 വർഷത്തെ വർധന കൂടി കണക്കിലെടുത്താൽ 12.55% നിഗമനം. ഇതേ നിരക്കിലാണ് വർധനയുണ്ടാകുന്നതെങ്കിൽ 2036 23% മറ്റൊരു പഠനവും പുറത്തു വന്നിട്ടുണ്ട്. ദേശീയ ശരാശരി അനുസരിച്ച് 8% മാത്രമാണിത്. സംസ്ഥാന സർക്കാർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ എണ്ണം ഈ വർധനയുടെ പ്രതിഫലനം കൂടിയാണ്. 50 ലക്ഷത്തിലധികം പേർക്കാണ് ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകേണ്ടി വരുന്നത്. ആരോഗ്യ പരിപാലന രംഗത്തിന്റെയും സാമൂഹ്യ സാഹചര്യങ്ങളുടെയും മെച്ചമാണ് മുതിർന്ന പൗരന്മാരുടെ എണ്ണത്തിലെ വർധനയ്ക്ക് കാരണമെങ്കിലും 60 വയസ്സിന് മുകളിലുള്ളവരുടെ വർദ്ധിച്ചു വരുന്ന അനുപാതം സർക്കാരിന് ഉയർന്ന സാമൂഹ്യ സുരക്ഷാ ബാധ്യതകൾ ഉണ്ടാകുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും വയോജനങ്ങളുടെ ക്ഷേമകാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത്. അതിൻ്റെ പുതിയ ഘട്ടമെന്ന നിലയിലാണ് രാജ്യത്ത് ആദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിന് സംസ്ഥാന നിയമസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരിക്കുന്നത്. സാമൂഹികമായ ഒറ്റപ്പെടലും മാനസിക പ്രയാസങ്ങളും പ്രായാധിക്യം കാരണമുള്ള രോഗങ്ങളുമാണ് വയോജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. മികച്ച ആരോഗ്യ പരിപാലന സംവിധാനങ്ങൾ നിലവിലുള്ളതിനാൽ രോഗചികിത്സയ്ക്ക് മതിയായ സൗകര്യങ്ങൾ ലഭ്യമാണെങ്കിലും അണുകുടുംബ വ്യവസ്ഥ വ്യാപകമായ പശ്ചാത്തലത്തിൽ നേരിടുന്ന ഒറ്റപ്പെടലും നിയമപരിരക്ഷയും വലിയ വെല്ലുവിളിയാണ്. അതിന് പരിഹാരമായി നിരവധി പദ്ധതികൾ സംസ്ഥാന സർക്കാർ തനിച്ചും കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെയും നടപ്പിലാക്കി വരുന്നുണ്ട്. ഒറ്റപ്പെട്ടു കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി സർക്കാർ തലത്തിൽ 17 സർക്കാർ സാമ്പത്തിക സഹായത്തോടെ NGOകളുടെ നേതൃത്വത്തിൽ 199 വീതം വൃദ്ധസദനങ്ങൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. ഇതിൽ കിടപ്പ് രോഗികൾക്കുള്ള ഭവനവും ഡിമെൻഷ്യ ബാധിച്ചവർക്കുള്ള സ്ഥാപനവും ഉൾപ്പെടുന്നു. 2 ജില്ലകളിൽ ഹോം കെയർ സെന്ററുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായി. ഇതോടൊപ്പം തന്നെ റിട്ടയർമെന്റ് ഹോമുകൾ, ഓർമ്മത്തോണി, വയോമിത്രം NGOകളുമായി സഹകരിച്ചുള്ള വയോസാന്ത്വനം എന്നിങ്ങനെ നിരവധി പദ്ധതികൾ നിലവിലുണ്ട്. ഇത്തരം സംവിധാനങ്ങളും സഹായ പദ്ധതികളും എല്ലാം ഉള്ളപ്പോൾ തന്നെയാണ് പ്രായമായവരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം, നിയമപരിരക്ഷ എന്നിവ ഉറപ്പാക്കാനും ഉൽപാദനക്ഷമതയും മൗലികവും നൂതനവുമായ ആശയങ്ങളും പരിഹാരങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രാപ്തിയും സമൂഹത്തിന് ഉപയോഗപ്പെടുത്താനുമായി വയോജന കമ്മീഷൻ നിലവിൽ വരുന്നത്. അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളോടെയാണ് കമ്മീഷൻ രൂപീകരിക്കപ്പെടുക. വയോജന ക്ഷേമവും സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കമ്മീഷന് ചുമതലയുണ്ടാവും. ഒരു ചെയർപേഴ്സണും 4 കവിയാത്ത എണ്ണം അംഗങ്ങളും ഉണ്ടായിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന കമ്മീഷന്റെ സെക്രട്ടറി സർക്കാർ അഡീഷണൽ സെക്രട്ടറിയുടെ പദവിയിൽ കുറയാത്ത ഒരാളായിരിക്കും. വയോജന ക്ഷേമത്തിനും സംരക്ഷണത്തിനുമായി കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും സഹായിക്കുകയും ചെയ്യും. പുനരധിവാസം ആവശ്യമുള്ളിടത്ത് സർക്കാരുമായി സഹകരിച്ച് അത് സാധ്യമാക്കുന്നതും ഏതെങ്കിലും തരത്തിലുള്ള നിയമസഹായം ആവശ്യമുള്ളിടത്ത് ആയത് ലഭ്യമാക്കുന്നതിനും കമ്മീഷന് അധികാരമുണ്ടാകും. വയോജനങ്ങളുടെ കഴിവുകളും പൊതുസമൂഹത്തിന് ഉപയുക്തമാകുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതും സർക്കാർ കാലാകാലങ്ങളിൽ ഏൽപ്പിക്കുന്ന അത്തരം ചുമതലകൾ നിർവഹിക്കുന്നതും കമ്മീഷന്റെ കർത്തവ്യമായിരിക്കും. കമ്മീഷന്റെ തീരുമാനങ്ങൾ അതിന്റെ ശുപാർശ സഹിതം ഉചിതമായ നടപടിക്കായോ അല്ലെങ്കിൽ തർക്കത്തിലേർപ്പെട്ട കക്ഷികൾക്ക് പരിഹാരത്തിനായോ സർക്കാരിലേക്ക് അയക്കാം. നമ്മുടെ നീതിപീഠങ്ങൾ വയോജന സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന നിരവധി വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പ്രായമായവരെ സംരക്ഷിച്ചില്ലെങ്കിൽ മക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എഴുതി നൽകിയ ഇഷ്ടദാന ആധാരം റദ്ദാക്കാമെന്ന് മദ്രാസ് ഹൈക്കോടതി വിധിയുണ്ടായത്. പ്രായാധിക്യം കാരണം പ്രയാസപ്പെടുമ്പോൾ ഇത്തരം പരിരക്ഷ സ്വായത്തമാക്കുന്നതിന് വയോജന കമ്മീഷൻ രൂപീകരണം സഹായകമാകുമെന്നതിൽ സംശയമില്ല. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞതുപോലെ കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തെ ഗണ്യമായി സ്വാധീനിക്കുന്ന ഒന്നായി കമ്മീഷൻ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.